ഈശോയുമായി സൗഹൃദത്തിൽ ഫ്രണ്ട്ഷിപ്പിലായിരിക്കാൻ നമ്മുടെ തടസ്സമെന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങളാണ്. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത പ്രവൃത്തിയുടെ പേരാണ് പാപം. അങ്ങനെ ഒരു പാപത്തിന്റെ കല്ല് എന്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് അവനുമായി ബന്ധത്തിലാകാൻ എനിക്ക് പറ്റുന്നില്ല. ഞാനൊരു പാപം ചെയ്തു. ഒരു ഭർത്താവിന് ഭാര്യയുമായി ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ല. ഭാര്യയുടെ കുറ്റമാണോ? അല്ല. എന്റെ മനസ്സിൽ ഒരു പാപത്തിന്റെ കല്ല് കിടക്കുന്നത് കൊണ്ട് എനിക്ക് ഈ ബന്ധം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഭാര്യ ഇതൊന്നും അറിയാതെ നല്ല സ്നേഹത്തിൽ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അവൾ പൂർണ്ണമായും കൊടുക്കാനും സ്വീകരിക്കാനും തയ്യാറാണ്. പക്ഷേ ഇയാൾക്കതിന് സാധിക്കുന്നില്ല. കാരണം ഇയാളുടെ ഹൃദയത്തിൽ ഒരു ദാമ്പത്യ അവിശ്വസ്തതയുടെ കല്ല് കിടക്കുന്നുണ്ട്. ആ കല്ലെടുത്ത് മാറ്റാതെ ഇയാൾക്ക് ഇയാളുടെ ബന്ധം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അയാൾക്കും അവൾക്കും. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഹൃദയത്തിലുള്ള പാപത്തിന്റെ, അതേതുമാകാം, ഏത് പാപവും ആകാം, ഇന്ന പാപമെന്ന് പ്രത്യേകിച്ച് പറയുന്നില്ല. ഈ പാപത്തിന് മദ്യപാനമാകാം, പുകവലിയാകാം, ഫോൺ അഡിക്ഷൻ ആവാം, എന്ത് അഡിക്ഷനും ആവാം, വിദ്വേഷമാകാം, വൈരാഗ്യമാകാം. നിങ്ങൾ പാപത്തിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. ഈ പാപത്തിന്റെ കല്ലിങ്ങനെ കിടക്കുന്നിടത്തോളം ഈശോയുമായി ബന്ധത്തിലാകാൻ നമുക്ക് സാധിക്കുന്നില്ല. ഈശോ റെഡിയാണ്. അവർക്ക് വിളിച്ചേ ഈശോയെ. അതുകൊണ്ട് ഈ വിശുദ്ധീകരണം നടക്കാതെ, ഈ കല്ലെടുത്ത് മാറ്റുന്ന അനുതാപത്തിന്റെ പ്രക്രിയ ഹൃദയത്തിൽ സംഭവിക്കാതെ, ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന യാത്ര, ഈശോയുമായിട്ടുള്ള ഇന്റിമസിയിലേക്കുള്ള ആഴമായ ബന്ധത്തിലേക്കുള്ള യാത്ര നടക്കുകയില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ദൈവം പറഞ്ഞത്, വചനം പറഞ്ഞത്, നിന്റെ പാപങ്ങൾ എത്ര കടും ചുമപ്പാണെങ്കിലും ഞാൻ അതിനെ കഴുകി വിശുദ്ധീകരിച്ചു തരാം, നീ വാ. യെശയ്യാ 59:1-2 തിരുവചനങ്ങൾ. നിന്നെ രക്ഷിക്കാൻ കഴിയാത്ത വിധം എന്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, നിന്റെ പ്രാർത്ഥന കേൾക്കാൻ കഴിയാത്ത വിധം എന്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നിന്റെ പാപങ്ങളാണ് എന്നെയും നിന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. ദൈവം റെഡിയാണ്, കൈനീട്ടി രക്ഷിക്കാൻ തയ്യാറാണ്, കാതു തുറന്ന് കേൾക്കാൻ റെഡിയാണ്. പക്ഷേ നിന്റെ പാപത്തിന്റെ കല്ലുകൾ എന്നെയും നിന്നെയും തമ്മിൽ അകറ്റിയിരിക്കുക.